നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കാവൂ. ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ആവശ്യമുള്ളതിലേ ഇടപെടാവൂ, ആവശ്യമില്ലാത്തതിൽ ഇടപെടാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഈ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പോയി സേവനം ചെയ്യുന്ന പള്ളികൾ, നിങ്ങൾ പോയി സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹവും കൂറും ഉണ്ടാകും. ഒരു മഹല്ലത്തിലെ ഒരു പള്ളി, ആ പള്ളി നിർമ്മിക്കുന്നതിന് ആ മഹല്ലത്തിലെ ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ പള്ളി നിർമ്മിക്കുന്നതിന് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളമൊന്നുമില്ല, കമ്മിറ്റിക്കാർക്ക് ശമ്പളമൊന്നുമില്ല. അവർ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച് പള്ളി നിർമ്മിക്കുകയും മദ്രസ നിർമ്മിക്കുകയും അത് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് അവിടെ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരാണ്. നമ്മളെ മനസ്സിൽ ഒരിക്കലും ഈ കമ്മിറ്റിക്കാർക്ക് എന്തിന്റെ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ദുഷിച്ച മനസ്സ് നമുക്കുണ്ടാകരുത്. നമ്മൾ അവരെ ശക്തിപ്പെടുത്തുന്നവരാകണം. ഇതേപോലെ തന്നെ പണ്ഡിതന്മാർ ഒരു സ്ഥലത്ത് സേവനത്തിന് പോയാൽ ആ സ്ഥാപനത്തിന്റെ മുഴുവൻ നന്മകൾക്കും നമ്മളായിരിക്കണം മുൻപന്തിയിൽ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഇന്ന് ഒരാള്, ഞാനിങ്ങനെ വരുമ്പോ ഒരാള് ഫോൺ ചെയ്തു. അദ്ദേഹം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഉത്സാഹിച്ച് അദ്ദേഹത്തിന്റെ പരിശ്രമത്താൽ, അദ്ദേഹത്തിന്റെ പണം ചെലവഴിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരുടെ ബന്ധത്തിലുള്ളവരുടെ പണം ചെലവഴിച്ചുണ്ടാക്കിയ ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ സേവനത്തിന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനെ സംബന്ധിച്ച് ഇന്ന് എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, മഗ്രിബിന്റെ സമയത്ത് ആളുകളൊക്കെ പള്ളിയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ആളുകളൊക്കെ ഇമാമിനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുത്തു, ഇഖാമത്തും കൊടുത്തു, ആളെത്തീര. അപ്പൊ പിന്നെ വാതിൽ പോയി മുട്ടി നോക്കി, വാതിൽ അടച്ചിട്ടുണ്ട്. സംഗതി മൂപ്പര് ഉറങ്ങുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പിറന്നു നടക്കുമ്പോ അപ്പുറത്ത് ഉറങ്ങുകയാണ്. ഇങ്ങനെയുള്ള സേവനമായി പോകരുത് നമ്മുടെ സേവനം. നല്ല ബോധം വേണം നമ്മൾ. ഞാൻ ഇന്നുണ്ടായൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന ക്ലാസ് റൂം നല്ല വൃത്തി വേണം. അത് നമ്മളാണ് നോക്കേണ്ടത്. നമ്മളെ കുട്ടികൾ വൃത്തിയാക്കും, പക്ഷെ നമ്മൾ പ്രചോദനം നൽകണം. കുട്ടികൾക്കിടയിൽ നല്ല മത്സരം സംഘടിപ്പിക്കണം. ഏത് ക്ലാസ് റൂമാണ് ഏറ്റവും നീറ്റിലുള്ളത് അവർക്ക് സമ്മാനം. അപ്പൊ എല്ലാ കുട്ടികളും മത്സരിച്ച് ആ ക്ലാസ് റൂം വൃത്തിയാക്കി. നമ്മൾ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പരിസരം, മുറ്റവും മറ്റും ആരെങ്കിലും ഒരാൾ വന്നു നോക്കിയാൽ നല്ല വൃത്തി കാണണം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ കയറി വന്നാൽ അവിടെ ഒട്ടാകെ കുറെ കടലാസിന്റെ കഷ്ണം, കുറെ സംഗതികൾ, അങ്ങനെയാകാൻ പാടില്ല. ഇതേപോലെ നമ്മൾ ഒരു റൂമിൽ താമസിക്കുമ്പോൾ ആ റൂമിലേക്ക് ഒരാൾ കയറി വന്നാൽ സുബ്ഹാനല്ലാഹ്, ഇവിടെയാണോ ഈ മൈലാരി കിടന്നുറങ്ങുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ആ റൂം വൃത്തികേടാകാൻ പാടില്ല. വളരെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ കർണാടകയിൽ ഒരു സ്ഥലത്തേക്ക് വയലിന് പോവാ. കാസർഗോഡ് നിന്ന് ഇങ്ങനെ പോകുമ്പോ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. ഒരു പള്ളി കണ്ടപ്പോൾ ഞാൻ അവിടെ കാറ് നിർത്താൻ പറഞ്ഞു. ഞാൻ ആ വാഷ്റൂമിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ആ വാഷ്റൂമിലുള്ള ബാത്റൂമിലുള്ള ക്ലോസറ്റ്, അത് കറുത്ത ക്ലോസറ്റ്. സംഗതി വാങ്ങുമ്പോൾ വെളുത്തതായി. പിന്നെ എങ്ങനെ അജറുല്ലസ് അതുപോലെ ചുംബിച്ചിട്ട് കറുത്തൊന്നല്ല. പിന്നെങ്ങനെയാ കറുത്തതെന്ന് ഞാൻ പറയണോ? കറുത്ത ക്ലോസറ്റ്, അതിന്റെ ചുറ്റുഭാഗം മുഴുവനും ചളിയും വെള്ളവും ഒക്കെ ആയിട്ട് ഒരു വൃത്തിയില്ല. ഉപയോഗിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ മെല്ലെ വാതിലും അടച്ചു നീളക്കുപ്പായം കയറ്റി പിടിച്ചിട്ട് ബ്രഷ് എടുത്തിട്ട് ഞാനതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറയുന്നത്, നമ്മുടെ സേവനം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സേവന സന്നദ്ധരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ദുല്ലൂനി അലാ ഖബ്രിഹി എന്ന് പറഞ്ഞൊരു ദിവസം അദ്ദേഹത്തിന്റെ ഖബർ എനിക്ക് കാണിച്ചു തരണം. ആരെ ഖബറാണത്? അത് പള്ളി അടിച്ചു വാരുന്ന ആളുടെ ഖബറാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാതെ സഹാബത്ത് രാത്രിയിൽ തന്നെ മറവ് ചെയ്തു. നബിതങ്ങളുടെ ഉറക്ക് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. നബിതങ്ങൾ വിഷമത്തോടെ ചോദിച്ചു, അദ്ദേഹം എവിടെ? അദ്ദേഹം മരിച്ചുപോയി.
അപ്പോഴാണ് വേദനയോടെ പറഞ്ഞു ദുല്ലൂനി അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബർ കാണിച്ചു തരാൻ. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ വെച്ച് നിസ്കരിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം? പള്ളി അടിച്ചു വരുന്ന ആളായിരുന്നു എന്നതാണ്. നമ്മൾ നിൽക്കുന്ന പള്ളികൾ, നമ്മൾ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത് വൃത്തിയോടെ സൂക്ഷിക്കുക എന്നത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ വലിയ ഖിദ്മത്താണ്, വലിയ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറി വന്നു. ഖിബലയുടെ ഭാഗത്ത് ആരോ തുപ്പുമ്പോൾ കഫം ആ ചുമര് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈത്തപ്പന മട്ടലോ ഈത്തപ്പനയുടെ കഷ്ണമോ ആയിരിക്കാം, അതിന്റെ മേലെ ഒട്ടിപ്പിടിച്ചത് കണ്ടു കഫം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബി തങ്ങൾ ആരെയും കാത്തു നിന്നിട്ടില്ല. അവിടുന്ന് ഒരു ചരക്കല്ലെടുത്തു. ആ ചരക്കല്ല് കൊണ്ട് അവിടുത്തെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് അത് ചുരണ്ടിയതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതിനേക്കാൾ വലിയൊരു നേതാവുണ്ടോ? അതിനേക്കാൾ വലിയൊരു പണ്ഡിതനുണ്ടോ? അതിനേക്കാൾ വലിയൊരു മഹാനുണ്ടോ? ആ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുന്നതിൽ ഒരു സങ്കോചവും ഉണ്ടായിട്ടില്ല. അത് അഭിമാനമായിട്ടാണ് കണ്ടത്. എന്റെ റബ്ബിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവനാവുക ഞാൻ. നമ്മൾ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഒരു ഫാന് പോലും അനാവശ്യം കറങ്ങാൻ പാടില്ല, ഒരു ബൾബ് പോലും അനാവശ്യം കത്താൻ പാടില്ല. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് മഹാനായ ഉസ്താദ് അവറുകളുടെ ഒരു സ്വഭാവം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് തൂണേരിയിൽ പോയി അവിടുന്ന് ബസ് കയറി 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് പെരിങ്ങത്തൂരിലെത്തി അവിടുന്ന് 2.25-2.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഉസ്താദിന്റെ ദർസിലേക്ക് 3 കൊല്ലത്തോളം ഞാൻ പോവുകയും വരികയും ചെയ്തുകൊണ്ട് പഠിച്ചത്. അത് എന്റെ ബാപ്പയുടെ ഖിദ്മത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ദിനേന വീട്ടിലേക്ക് വന്നിരുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ ചെല്ലുമ്പോ ചിലപ്പോ സമയം 6 മണി ഒക്കെ ആവുമ്പോ 6:15 ഞാൻ പലപ്പോഴും പെരിങ്ങത്തൂരെത്തുക. 6:30 മറ്റുമൊക്കെയാണ് ഞാൻ അവിടെ പള്ളിയിലെത്തുക. അങ്ങനെ എത്തിയാൽ ഇരുട്ട് മാറിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഞങ്ങൾ ജലാലൈനി ഓതാനിരിക്കും. ജലാലൈനി ഓതുമ്പോൾ ഉസ്താദ് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി നോക്കി കാണാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഉസ്താദ് ലൈറ്റ് ഓഫ് ആക്കും. കാരണം പള്ളിയുടെ കരണ്ട് അനാവശ്യം കത്തിക്കൂടാ എന്ന നിർബന്ധമാണ്. നമ്മൾ വളരെയേറെ ആദാബുകൾ പാലിക്കുന്നവരാണ്. പള്ളികളോട്, സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളോട്, ഉസ്താദുമാരോട് അദബ് കാണിക്കണമെന്ന് ആരോടും പറയണ്ടില്ല, എല്ലാവർക്കും അറിയാം. ഉസ്താദുമാരോടുള്ള അദബ് എന്നത് അത് പറയേണ്ടതില്ല. കിതാബിനോടുള്ള അദബ് അതും പറയേണ്ടതില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളാണ് ഞാൻ പറയുന്നത്. നല്ല അദബുകൾ. ഇതേപോലെ എന്റെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, അല്ലാഹു തആല നിങ്ങൾക്കും നമ്മൾക്കും നാഫിആയ ഇൽമും തഖ്വയും ഏറ്റി തരുമാറാകട്ടെ. നമ്മൾ മാതാപിതാക്കളോട് വലിയ അദബുള്ളവരായിരിക്കണം. മാതാവും പിതാവും ചിലപ്പോൾ ഒരു കിതാബ് ഓതിയിട്ടുണ്ടാവില്ല, ഒരു സാധാരണക്കാരായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബറക്കത്തുള്ള മഹാന്മാരാണ്. ബാപ്പയും ഉമ്മയും ബാപ്പാന്റെ പൊരുത്തത്തിലാണ് റബ്ബിന്റെ പൊരുത്തം. ബാപ്പ മുയിലാരാട്ടെ സാധാരണക്കാരനാട്ടെ, ബാപ്പയാണോ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ റബ്ബിന്റെ പൊരുത്തം കിട്ടൂല. ഉമ്മയാണോ അൽ ജന്നത്തു തഹ്ത അഖ്ദമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. ഞാൻ ഒരിക്കലും ഒരു നിക്കാഹിന്, ആ നിക്കാഹുള്ള സദസ്സിൽ നിക്കാഹിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ബാപ്പ വന്നിട്ട് ബിരുദെടുത്തൊരു ചെറുപ്പക്കാരനാണ്, നിക്കാഹ് ചെയ്യുന്ന മൊയ്ലാൻ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ബാപ്പ മകന്റെ കൈപിടിച്ചൊന്ന് ചുംബിച്ചു. സ്നേഹത്തിന്റെ പേരിലുള്ള ഒരു ചുംബനമാണ്. നിക്കാഹിനിരിക്കുമ്പോഴുള്ള ചുംബനാണ്. മകന്റെ കൈ പിടിച്ച് ചുംബിച്ചു. പക്ഷെ ആ മകന് ബാപ്പാന്റെ കൈ തിരിച്ചു ചുംബിക്കണം എന്ന ഒരു ചിന്ത വരാത്തതിൽ എന്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. ആ ബാപ്പ സാധാരണക്കാരനാണ്. പക്ഷേ ആ സാധാരണക്കാരനായ ബാപ്പ, അദ്ദേഹത്തിന്റെ ബറക്കത്ത് എത്രയാ, ആർക്കാണത് പറയാൻ കഴിയാ? അനിസ്കുർലി വലി വാലിദൈ, പരിശുദ്ധ ഖുർആനല്ലേ. മാതാപിതാക്കളോട് വലിയ ബഹുമാനം നമ്മൾക്കുണ്ടാകണം. അത് നമ്മൾ പ്രകടിപ്പിക്കണം. ഒരിക്കലും ഉമ്മാന്റെ മനസ്സിലോ ബാപ്പയുടെ മനസ്സിലോ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിട്ട് ഞാനൊരു മുസ്ലിയാരാക്കിയിട്ടും ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷം ഒരു മുതഅല്ലിമിനും ഉണ്ടാകാൻ പാടില്ല. ബാപ്പയും ഉമ്മയും വലിയ ബറക്കത്തുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ പ്രായമുള്ളവരോടുള്ള ആദരവ് നമ്മളത് പ്രകടിപ്പിക്കണം. അതുപോലെ ദുർബലന്മാരോടുള്ള ആദരവ് അത് നമ്മൾ പ്രകടിപ്പിക്കണം. സാധുക്കൾക്ക് വലിയ പരിഗണന നൽകണം. സാധുക്കൾ ദുർബലന്മാർ, ഇന്നമാ തുർസഖൂന ബിദുഅഫാഇകും, നിങ്ങൾക്ക് പലതും അല്ലാഹു തരുന്നത് നിങ്ങളിലുള്ള ദുർബലന്മാര് നിമിത്തമായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ദുർബലന്മാരോട് വലിയ കാരുണ്യവും ആദരവും നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ആദാബുകൾ പാലിച്ചുകൊണ്ട്, പള്ളിയോടുള്ള ആദാബ് ഞാൻ പറയേണ്ടതില്ലല്ലോ. പള്ളിയിൽ വെച്ച് ഒരാൾ പള്ളിയിൽ ഇരിക്കുന്നു, അതേ അടുത്ത നിസ്കാരം വരെ ഇരിക്കുന്നു. എന്നാൽ മാദാമ ഫീ മുസല്ലാഹു, പള്ളിയിൽ ഇരിക്കുമ്പോഴെല്ലാം അവന് മലക്കുകളുടെ സലാത്ത് ലഭിക്കും, മലക്കുകളുടെ പ്രാർത്ഥന. മുസല്ലാഹു എന്ന് പറഞ്ഞ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്നില്ല, പള്ളിയിലുണ്ടായാൽ മതി. അങ്ങനെ പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പള്ളിയിൽ തന്നെ അവൻ കാത്തു നിൽക്കുന്നു, അടുത്ത നിസ്കാരം കാത്തു നിൽക്കുന്നു. അവനുവേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അവന്റെ വുദു മുറിഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥന നഷ്ടപ്പെടും. എന്താണ് വുദു മുറിയൽ ആവശ്യമായി വന്നാൽ വുദു മുറിഞ്ഞൂടെ? പക്ഷെ വുദു മുറിയണം എന്ന് തോന്നിയാൽ അവൻ പള്ളിയിൽ നിന്ന് മുറിക്കാൻ പാടില്ല, പള്ളിയുടെ പുറത്ത് പോയിട്ട് മുറിക്കണം. പള്ളി നമുക്ക് വുദു മുറിക്കാനുള്ള സ്ഥലമല്ല, അള്ളാഹുവിന്റെ വീടാണ്. ഈ നിലക്ക് പള്ളിയോട് ആദരവ് കാണിക്കണം. പലപ്പോഴും പല ആളുകളും പിഴച്ചു പോകാറുള്ളതിന്റെ അടിസ്ഥാനപരമായ കാരണം എവിടെയോ അദബ് കേട് സംഭവിച്ചതായിരിക്കും. ഞാനിപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഉസ്താദുമാരോടുള്ള അദബ്, പള്ളിയോടുള്ള അദബ്, സ്ഥാപനത്തോടുള്ള അദബ്, അങ്ങനെ തുടങ്ങിയിട്ട് ആദാബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിനും നമ്മുടെ പ്രവർത്തനത്തിലും ബർക്കത്ത് നൽകുക. ഒരിക്കലും തന്നെ ദീനീ പ്രവർത്തനം എന്നത് ഒരു പാൽപായസമാണ് എന്ന് കരുതാൻ പാടില്ല. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉപദേശം അല്ലാഹു ഖുർആനിൽ ഉദ്ധരിച്ചില്ലേ? മോനെ, നിസ്കാരം മുറക്ക് നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, അതിന് യാതൊരു മടിയുണ്ടാകാൻ പാടില്ല. വൻഹ അനിൽ മുൻകർ, നിഷിദ്ധ കാര്യങ്ങൾ വിരോധിക്കണം, അതിന് മടി കാണിക്കാൻ പാടില്ല. വസ്ബിർ അലാ മാ അസാബക, ആ വകയിൽ കുറെ എതിരാളികളും കുറെ വിമർശകരും കുറെ ആരോപണം പറയുന്നവരും കുറെ വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരും. അത് വസ്ബിർ, ക്ഷമിച്ചു പോകണം എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. അത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതിനാണ്. സേവന പ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് ഒരുപാട് എതിരാളികളും ആരോപണം പറയുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും കാണുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാൻ പാടില്ല. നമ്മളെക്കാളെല്ലാം പ്രയാസം അനുഭവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ദുൽ ഇൽമി യഹ്മിലു കുല്ലത്ത്വഇനി ഫീഹി വലാ ദുത്ത്വഇനി മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി. ശരിയായ ഇൽമുള്ളവരാണോ യഹ്മിലു കുല്ലത്ത്വഇൻ, ധാരാളം ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അദ്ദേഹം സഹിക്കേണ്ടി വരും. വലാ ദുത്ത്വഇനി, ആ ആക്ഷേപം ഉന്നയിക്കുന്നവർ അതേ മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി, തിരിച്ച് ആക്ഷേപം പറയൂല, തിരിച്ച് വീണ്ടും ഇൽമു പറഞ്ഞുകൊണ്ടേയിരിക്കും, നല്ലത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഏതുപോലെ വമുസ്മിറു ശജരി യുർമാ ബിൽ ഹിജാറതി ലാ യുർമാ സിവാഹു ഫയർമിയാനി അസ്സമരി. നല്ല മാങ്ങ ധാരാളമുള്ള ഒരു മാവ്, ഒരു മാങ്ങാ മരം. ആ മാങ്ങാമരം അത് നല്ല പഴുത്ത മാങ്ങ കുട്ടികൾക്ക് നൽകിയാൽ കുട്ടികൾ കല്ലെടുത്ത് ആ മാവിനെ എറിയും. മാങ്ങ തന്ന മാവല്ലേ, എറിയണ്ടെന്ന് വിചാരിക്കൂല. മറിച്ച് മാങ്ങ തന്ന മാവിനാണ് ഏറ്, നല്ല എറി ഇങ്ങനെ കിട്ടും. അങ്ങനെ എറിയുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? ഓരോ കല്ലും പോയി അതേ സ്വന്തം ശരീരത്തിൽ നിന്ന് മാങ്ങ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അതെ, നീ എന്നെ എറിഞ്ഞടാ, നീ കൊണ്ടുപോയി തിന്നടാ. ഇനി മറ്റൊരു ഭാഷ നക്കിക്കടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക എന്നതായിരിക്കും ഈ മാവിന്റെ സ്വഭാവം. അതാണ്
മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അവരെപ്പോഴും ഇൽമു പറഞ്ഞുകൊണ്ടേ